ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ എന്തൊക്കെയുണ്ട് മക്കളെ, വർത്താനം സുഖം തന്നെയല്ല എല്ലാവർക്കും? ഞമ്മക്കൊണ്ട് അൽഹംദുലില്ലാ. നമ്മളോട് ഒരു കുറുമ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാണ്ടാണ് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്കാണ് കാട്ടിത്തരും ചെയ്യാം. ഈസിയാണ്, കുറഞ്ഞ സാധനവും മതി, എളുപ്പമുണ്ട്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ് ഇതൊക്കെ കേട്ടോ. ഒരു ചെറിയ 4 വലിയ ഉള്ളി, ചെറുതാണ് കേട്ടോ, വലുതല്ലേ. ഒരു 3 പച്ചമുളക്, ഒരു തക്കാളി, ഒരു ക്യാരറ്റ്, 4 ബീൻസ്, കുറച്ച് പൊട്ടുകടലയും. പൊട്ടുകടല പറഞ്ഞാൽ നമ്മളൊരു കൈപ്പിടിക്ക്. പിന്നെ അതിക്ക് ആവശ്യമുള്ളതാണ് ഈ പെരുംജീരകം, വലിയ ജീരകം. അതേമാതിരി തന്നെ ഇത് അരക്കാനാണ് കേട്ടോ. തേങ്ങ അരക്കണതിൻ്റെ കൂട്ടത്തിൽ അരക്കണം. അപ്പോൾ അതിക്ക് ആവശ്യമുള്ളതാണ് 2 പട്ട താളിച്ചാൻ അടുപ്പത്ത് വെച്ചിക്കണ്. പൊട്ടുകടലയും തേങ്ങയും അരക്കുമ്പോൾ അതിൽ നമ്മൾ ഈ പെരുംജീരകം ഇട്ടുകൊണ്ട് അരച്ച് എടുക്കുക. അപ്പോൾ അങ്ങനത്തൊന്ന് കണ്ടു നോക്കി. അതേമാതിരി ഒന്ന് ഉണ്ടാക്കി നോക്കോണ്ടി, നല്ല ടേസ്റ്റാണ് ചപ്പാത്തിക്കും ദോശക്കും ഒക്കെ. അപ്പോൾ ഒരു കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിക്കണം കേട്ടോ. മഞ്ഞൾപ്പൊടി മാത്രമേ ഉള്ളൂ, വേറെ മസാലകളൊന്നും ചേർക്കൂല. പിന്നെ കുറച്ച് 1 സ്പൂണ് ഇഞ്ചിയും വെളുത്തുള്ളി അരച്ചതും അതും ഇടണം അതിലേക്ക്. ഈ തക്കാളി ആയി കടന്നൊന്ന് വാടട്ടെ. തക്കാളി നല്ലോണം വാടീൻ്റെ ശേഷമേ അതിക്ക് കുറച്ച് പുതിന ഉണ്ട്, ഒരു 4 ഇല പുതിനൻ്റെ ഇലയും. അപ്പം ഞമ്മക്ക് തന്നെ ഉണ്ട് ഇവിടെ ചെടി, അപ്പം അതിൽ വന്നിട്ട് പൊട്ടിച്ചുകൊണ്ടിട്ടെ. കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിൻ്റെ 1 സ്പൂൺ അതിക്കാണ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതും നല്ലോണം വാടിയിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ച ക്യാരറ്റും ബീൻസും അതും അതിക്കാണ് ഇട്ട് കൊടുത്താണ് നല്ലോണം വേവിക്കുക. നമ്മളിപ്പോൾ ഇത് എളുപ്പപ്പണി കാട്ടുകയാണ് കേട്ടോ. നമുക്കൊന്ന് ഉമ്മാനായിട്ട് ആസ്പത്രിയിലേക്ക് പോകാണ്ട്. അപ്പോൾ വേഗം വല്ലതും തിന്നുങ്ങാണ്ട് പോയെങ്കിലുള്ളൂ. ആസ്പത്രിയിലേക്ക് പോയാൽ എന്തായാലും 2 മണി 3 മണി ആവും. അപ്പോൾ ആ തേങ്ങൻ്റെ നമ്മളൊന്നിട്ട് ഇതാക്കിയാണ്ട് നുറുക്കിയാണ്ട് കൊണ്ടുവന്ന് കേട്ടോ. ഞാൻ പൊട്ടുകടല അതിക്കാണ് ഇട്ട് കൊടുത്തുങ്ങാണ്ടേ ആ പെരുംജീരകത്തിൻ്റെ അതിക്ക് ഇട്ട് കൊടുത്താണ്ട് എന്നിട്ട് അരക്കുക. അപ്പോൾ ആ തക്കാളി ഇപ്പോൾ നല്ലോണം ഒന്ന് വാടിയിരിക്കണം. ഉള്ളി അത്ര കൂടുതൽ വാടണ്ട, ഒന്നും ഇങ്ങോട്ട് വാടിയാൽ മതി. ആ കളറൊന്ന് മാറിയാൽ തക്കാളി ഇതൊക്കെ ഇട്ട് കൊടുക്കുക. കൂടുതൽ ചോന്നതാണ്ട ആവശ്യമില്ല, കാരണം ഉള്ളി വെന്ത് കലങ്ങണ്ട. അതുകൊണ്ട് അങ്ങനെ ആകുമ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാകുക കേട്ടോ. അപ്പം നമ്മൾ ആ ക്യാരറ്റും ബീൻസും ഒക്കെ ഇട്ട് കൊടുക്കുക. ഇതാണ് പുതിനൻ്റെ ഇല കേട്ടോ. അത് ചെടി മന്നനാണ്ട് പിച്ചി കൊടുങ്ങാണ്ടേ കേക്ക് കണ്ട ഇട്ടതാണ്. പുതിനൻ്റെ ഇല വേണം കേട്ടോ. അപ്പോൾ ആ കുറുമൻ്റെ ഒരു ടേസ്റ്റ് പുതിനയും ഇഞ്ചിയും വെളുത്തുള്ളിയും പെരുംജീരകം ഇത് എന്തായാലും വേണം. അതില്ലെങ്കിൽ അതിൻ്റെ ആ ടേസ്റ്റ് ഇങ്ങോട്ട് വരില്ല. അതേപോലെ തന്നെ കറാമ്പട്ടിയും കറാമ്പൂവും. ഇനി ക്യാരറ്റും ബീൻസും ഒക്കെ ഇട്ടെടുത്തങ്ങാണ്ടേ അത് നല്ലോണം ഇളക്കിങ്ങാണ്ട് അതിൻ്റെ ഒപ്പം ആണ് മസാല ഇതായിങ്ങാണ്ട് ഒന്നിന് വേകട്ടെ. അതൊന്നിന് വേകാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം അവിടെ ഒഴിച്ചിങ്ങാണ്ടേ വേഗം ഒന്നിന് വേകാനാണ്. അല്ലാന്നുണ്ടെങ്കിൽ പൈക്ക് ആവശ്യമുള്ള വെള്ളം ഒക്കെ ഒഴിച്ചും അപ്പോൾ ഇങ്ങനെ കുറേ നേരം ആവില്ലേ വെന്തിട്ടാണ് എതിങ്ങാണ്ട്. അപ്പം ഇനി അതവിടെ കടന്ന് വെന്തു. ഇനി കുറച്ചും കൂടി നമുക്ക് വെള്ളം വേണം കേട്ടോ. നമ്മൾ ചൂടുവെള്ളം അവിടെ വെച്ചിരിക്കണം. ആ ചൂടുവെള്ളം തീക്കൊണ്ട് ഒഴിച്ചു കൊടുക്കുക. ചൂടുവെള്ളം ഒഴിച്ചണം കേട്ടോ. അങ്ങനെ എന്തെങ്കിലും വെക്കുമ്പോൾ, അല്ലാന്നുണ്ടെങ്കിൽ പച്ചവെള്ളം ഒഴിച്ചാൽ അതിൻ്റെ ടേസ്റ്റ് പോകും. ഈ വെള്ളം ഒന്നിട്ട് തിളച്ചതിൻ്റെ ശേഷമേ നമ്മൾ അരച്ച് വെച്ച തേങ്ങയും പൊട്ടുകടലയൊക്കെ ഉണ്ടല്ലോ അത് ഒഴിക്കൊണ്ട് ഒഴിച്ചു കൊടുക്കുക. ഇതാ അതിപ്പോൾ നല്ലോണം തിളച്ച് കൊണ്ടോ. ഞാൻ തേങ്ങ അരച്ചത് നമ്മൾ അതിക്കണ് പാർന്ന് കൊടുത്തങ്ങാണ്ടേ നല്ലോണം ഇളക്കണം. കാരണം നമ്മൾ പൊട്ടുകടല കൂട്ടിയിട്ടില്ലേ, പൊട്ടുകടല കൂട്ടീന്
നല്ലോണം ഇളക്കണം, അല്ലാന്നുണ്ടെങ്കിൽ അടി പിടിച്ചും. അടി പിടിച്ചാൽ പിന്നെ പോയി. അടി പിടിച്ചാനയക്കാതെ അങ്ങോട്ട് ഇളക്കുക. അപ്പോൾ എന്നും പറയണ മാതിരി തന്നെ എൻ്റെ കൂട്ടുകാർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ മക്കളെ. എന്തെങ്കിലും ഒരു അഭിപ്രായം നിങ്ങൾക്ക് ആ വീഡിയോ കാണുമ്പോൾ അതിനുണ്ടാവും. അതൊന്നാട് അവിടെ എഴുതിക്കോണ്ടി. അതേമാതിരി തന്നെ ഒന്നാട് ലൈക്ക് ചെയ്തിങ്ങാണ്ട് കാണാൻ ശ്രമിച്ചോണ്ടി എൻ്റെ കൂട്ടുകാർ. അപ്പോൾ അത് ഇത്ര തന്നെ ഉള്ളൂ. ഇങ്ങനെ തിളച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് ഓഫാക്കുക. അത്ര തന്നെ ഉള്ളൂ മക്കളെ. ഒന്ന് കൂടുതൽ വീഡിയോ ആയിട്ടൊന്നും നിൽക്കാൻ എനിക്ക് സമയമല്ല. ആസ്പത്രിയിലേക്ക് പോകണം. അതിൻ്റെ ഇടയിൽ അവിടെ വെള്ളം വന്നിക്കണ്. എല്ലാം കൂടി ഒരു തിരക്കാണ്. കാരണം എന്തെങ്കിലും പൈസയും തിന്നാതെ പോയാൽ നമ്മളെ കൊണ്ട് നിൽക്കാൻ കഴിയൂല. ഹോട്ടലത്തൊന്നും നമുക്ക് അങ്ങനെ അത്ര വല്ലാതെ പോകൂല. അതുകൊണ്ടാണ്. അപ്പം നേരത്തെ തന്നെ ഈ പണിയാണ് കഴിച്ചിങ്ങാണ്ട് വല്ലതും തിന്ന് കുടിച്ച് പോകാമെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.